This is the last chapter of second standard English SCRT. അപ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ് പാർട്ടിലെ 2ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ സെക്കൻഡ് പാർട്ടിൻ്റെ ലാസ്റ്റ് ചാപ്റ്ററാണ്. എന്താണ് നോക്കാം. ജോ ദ ആൻറ്റ്, അതാണ് ലെസൻ്റെ പേര്, ജോ ദ ആൻറ്റ്. അപ്പോൾ ജോ എന്ന് പറയുന്ന ഒരു ഉറുമ്പിൻ്റെ പേരിലാണ് ഈ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താണെന്ന് നോക്കാം. ഒരു കുഞ്ഞ് സ്റ്റോറിയാണ്, പിക്ചർ സ്റ്റോറിയാണ്. കുറച്ച് വേർഡ്സും കുറച്ച് സെൻറ്റൻസസൊക്കെ ഉള്ളൂ ഈ സ്റ്റോറിയിൽ. സിമ്പിൾ സ്റ്റോറിയാണ്, പക്ഷേ കുറേ നല്ല നൈസ് പിക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ജോ എന്ന് പറയുന്ന ഒരു ഉറുമ്പ്, ദ ആൻറ്റ്. ആൻറ്റിൻ്റെ സ്പെല്ലിംഗ് എന്താ? ANT. ഉറുമ്പിനെയാണ് നമ്മൾ ആൻറ്റ് എന്ന് പറയുന്നത്. ജോ എന്ന് പേരിട്ട ഒരു ആൻറ്റിൻ്റെ കഥയാണ്. എ കോളനി ഓഫ് ആൻറ്റ്സ് വാസ് കളക്ടിങ് ഗ്രെയിൻസ്. എന്താ ചെയ്യുന്നത്? നമുക്ക് പിക്ചറിൽ കാണാം, കുറേ ഉറുമ്പുകൾ നല്ല പണിയെടുക്കലാണ് അല്ലേ. എ കോളനി ഓഫ് ആൻറ്റ്സ് വാസ് കളക്ടിങ് ഗ്രെയിൻസ്. എന്താണ് എ കോളനി ഓഫ് ആൻറ്റ്സ് എന്ന് പറഞ്ഞാൽ? അപ്പോൾ നമ്മൾ എ ഗ്രൂപ്പ് ഓഫ് ആൻറ്റ്സ് എന്നാണ് കോളനി എന്നുള്ളതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. നമ്മുടെ ഈ ഉറുമ്പുകളുടെ ഒരു കൂട്ടത്തെ നമ്മൾ പറയുന്ന പേരാണ് കോളനി. അപ്പോൾ ഗ്രൂപ്പ് ഓഫ് ആൻറ്റ്സ് എന്ന് പറയുന്നതിന് പകരം ഉള്ള ഒരു ടേമാണ് കോളനി എന്നുള്ള ടേം. എ കോളനി ഓഫ് ആൻറ്റ്സ് വാസ് കളക്ടിങ് ഗ്രെയിൻസ്. അപ്പോൾ അവരെന്ത് ചെയ്യാണ്? ആ ഗ്രൂപ്പ് ഓഫ് ആൻറ്റ്സ്, ഒരു കൂട്ടം ഉറുമ്പുകൾ എന്താ ചെയ്യുന്നത്? വാസ് കളക്ടിങ് ഗ്രെയിൻസ്, ധാന്യങ്ങൾ ശേഖരിക്കുകയായിരുന്നു അല്ലേ. കളക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ശേഖരിക്കുക, കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. എ കോളനി ഓഫ് ആൻറ്റ്സ് വാസ് കളക്ടിങ് ഗ്രെയിൻസ്. അതുപോലെ ഗ്രൂപ്പ് ഓഫ് സർട്ടൻ തിങ്സിന് പല ടേംസ് കൊണ്ട് മെൻഷൻ ചെയ്യും. ഇപ്പോൾ ഒരുപാട് കന്നുകാലികളുടെ ഒരു കൂട്ടത്തെ നമ്മൾ പറയുന്നത് ഹെർഡ് ഓഫ് കാറ്റിൽസ് എന്നാണ് പറയുക. അതുപോലെ ഒരു മങ്കികളുടെ, ഒരു കുരങ്ങന്മാരുടെ ഒരു കൂട്ടത്തിന് പറയുന്ന പേര് എന്താണ്? വേറെയാണ്, ട്രൂപ്പ് ഓഫ് മങ്കീസ് എന്നാണ് പറയുക. അതുപോലെ ആൻറ്റിൻ്റെ, ഈ ഉറുമ്പുകളുടെ ഗ്രൂപ്പിനെ പറയുന്ന പേരാണ് കോളനി. അപ്പോൾ എ കോളനി ഓഫ് ആൻറ്റ്സ് വാസ് കളക്ടിങ് ഗ്രെയിൻസ്. ധാന്യമണികൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ ഉറുമ്പൻ കൂട്ടങ്ങൾ. ദേ വർ കളക്ടിങ് ഫുഡ് ഫോർ ദ കോക്രോച്ചസ്, ദർ മാസ്റ്റേഴ്സ്. അപ്പോൾ അവർ ആർക്ക് വേണ്ടിയിട്ടാണ് ഫുഡ് കളക്ട് ചെയ്യുന്നത്? അവർക്ക് സ്വന്തമാണോ? അല്ല. ദേ വർ കളക്ടിങ് ഫുഡ് ഫോർ ദ കോക്രോച്ചസ്, ദർ മാസ്റ്റേഴ്സ്. അപ്പോൾ ഇവരുടെ ഉടമസ്ഥന്മാരായ, നമ്മുടെ ഇവിടെ ഈ ആൻറ്റുകളുടെ, ഈ ഉറുമ്പുകളുടെ ഉടമസ്ഥന്മാരാണ് ആര്? കോക്രോച്ചസ്. കോക്രോച്ചസ് എന്താണ്? കൂറകൾ അല്ലേ, പാറ്റകൾ, കൂറകൾ എന്നൊക്കെ പറയും. അതാണ് കോക്രോച്ചസ്. അപ്പോൾ കോക്രോച്ചസ് ആയിരുന്നു നമ്മുടെ ഈ ആൻസിൻ്റെ മാസ്റ്റേഴ്സ്, ഓണേഴ്സ്, ഉടമസ്ഥർ. ദേ വർ കളക്ടിങ് ഫുഡ് ഫോർ ദ കോക്രോച്ചസ്. അപ്പോൾ ഈ ഉറുമ്പുകൾ ഫുഡ് ശേഖരിച്ചിരുന്നത്, ഭക്ഷണം കളക്ട് ചെയ്തത്, ശേഖരിച്ച് വയ്ക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? അവർക്ക് സ്വന്തം കഴിക്കാനാണോ? അല്ല, നമ്മുടെ കോക്രോച്ചസ് ആണ്. കോക്രോച്ചസിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്നവരാണ് ഈ ആൻസ്. അപ്പോൾ കാര്യമായിട്ടുള്ള പണിയെടുക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാം, ഉറുമ്പുകൾ എല്ലാ ടൈമിലും എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ ഇവിടെ ഈ സ്റ്റോറിയിൽ ഇവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം മുന്നിൽ നടക്കുന്ന ആൻറ്റ് പറയാണ്, ഡു ഇറ്റ് ഫാസ്റ്റ്, ദ മാസ്റ്റേഴ്സ് വിൽ അറൈവ് നൗ. വേഗം ചെയ്യേ, പെട്ടെന്ന് തന്നെ ചെയ്യേ. ഡു ഇറ്റ് ഫാസ്റ്റ്, വളരെ വേഗത്തിൽ ചെയ്യേ. ദ മാസ്റ്റേഴ്സ് വിൽ അറൈവ് നൗ. മാസ്റ്റേഴ്സ് ഇപ്പം എത്തും. ദേ വിൽ അറൈവ് നൗ. ഇപ്പം തന്നെ അവർ എത്തിച്ചേരും എന്ന് പറയണം. അപ്പോൾ കുട്ടികളാണ് സംസാരിക്കുന്നത്. മോം, I am hungry. Can we eat some grains? No, the cockroaches will kill us. അമ്മേ, എനിക്ക് വല്ലാതെ വിശക്കുന്നു. Can we eat some grains? നമുക്ക് കുറച്ച് ധാന്യങ്ങൾ കഴിക്കാമോ എന്ന് ചോദിക്കുകയാണ് ഒരു കുഞ്ഞുറുമ്പ്. Can we eat some grains? നമുക്ക് കഴിക്കാമോ, കുറച്ച് ധാന്യങ്ങൾ കഴിക്കാമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്താ മോം പറയുന്നത്? അമ്മ എന്ത് പറയുന്നു? നോ, ദ കോക്രോച്ചസ് വിൽ കിൽ us. കോക്രോച്ചസ് നമ്മളെ കൊല്ലും, വേണ്ട, കഴിക്കണ്ടെന്ന് പറയുകയാണ്. വി ആർ ടയേർഡ് ഓഫ് കളക്ടിങ് ഫുഡ് ഫോർ ദം. വൈ ഷുഡ് വി വർക്ക് ഫോർ ദം? പറയണം, അവർക്ക് വേണ്ടി വി ആർ ടയേർഡ് ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെയധികം ക്ഷീണിച്ചിട്ടുണ്ട്. ഓഫ് കളക്ടിങ് ഫുഡ് ഫോർ ദം, അവർക്ക് വേണ്ടി ഭക്ഷണം ശേഖരിച്ച് നമ്മൾ വല്ലാതെ ക്ഷീണിച്ചിരിക്കുകയല്ലേ. വൈ ഷുഡ് വി വർക്ക് ഫോർ ദം? മറ്റൊരാൾ പറയാണ്, നമ്മൾ എന്തിനാണ് അവർക്ക് വേണ്ടി പണിയെടുക്കുന്നത്? വൈ ഷുഡ് വി വർക്ക് ഫോർ ദം? അവർക്ക് വേണ്ടിയിട്ട് എന്തിനാണ് നമ്മൾ പണിയെടുക്കുന്നത് എന്നൊക്കെ അവർ തമ്മിലിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് ഭാഗത്ത് പറയുന്നത് കോക്രോച്ചിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് ആൻസ്. നോക്കാം. പ്ലീസ് സ്പെയർ സം ഗ്രെയിൻസ് ഫോർ us. വാട്ട്? അപ്പോൾ ഇവർ ചോദിക്കുകയാണ്, പ്ലീസ് സ്പെയർ സം ഗ്രെയിൻ ഫോർ us.
ഗ്രെയിൻസ് ഫോർ us, ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് ധാന്യങ്ങൾ തരില്ലേ ചോദിക്കുകയാണ്. വാട്ട്, എന്ത്, നിങ്ങൾ ചോദിക്കാനായോ എന്നുള്ള രീതിയിൽ ദേഷ്യത്തിൽ കോക്രോച്ച് ആൻസർ പറയണം. വാട്ട് എന്നാണ് ചോദിക്കുന്നത്. ദ കോക്രോച്ചസ് ഹിറ്റ് ദ ആൻസ് ആൻഡ് ടുക്ക് ഓൾ ദ ഗ്രെയിൻസ്, മൂവ് അവേ. അപ്പോൾ എന്താ ചെയ്തത്? കോക്രോച്ചസ് ഹിറ്റ് ദ ആൻസ് ആൻഡ് ടുക്ക് ഓൾ ദ ഗ്രെയിൻസ്. കോക്രോച്ചസ് കൊടുത്തോ? ഗ്രെയിൻസ് കൊടുത്തോ? ഇല്ല. എന്താണ് കോക്രോച്ചസ് ചെയ്തത്? വാട്ട് ദാറ്റ് കോക്രോച്ച് ഡിഡ്? ഹി ഹിറ്റ് ദ ആൻസ്, ആ ഉറുമ്പുകളെ തൊഴിച്ച് വിട്ടു. ആൻഡ് ടുക്ക് ഓൾ ദ ഗ്രെയിൻസ്, എന്നിട്ട് എല്ലാ ധാന്യങ്ങളും എടുത്തു പോയി. മൂവ് അവേ എന്ന് പറഞ്ഞാൽ ദൂരേക്ക് പോകുമെന്ന് പറയും. മൂവ് അവേ എന്ന് പറഞ്ഞാൽ ദൂരേക്ക് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് തൊഴിച്ച് എറിയാണ് ചെയ്തത്. ഇവരാകെ വിഷമത്തിലാണ് പിന്നീട് കാണുന്ന സീന്. വി ഷുഡ് സ്റ്റോപ്പ് വർക്കിംഗ് ഫോർ ദ കോക്രോച്ചസ്. വി ഷുഡ് സ്റ്റോപ്പ്, നമ്മൾ നിർത്തേണ്ടതുണ്ട് അല്ലേ? വർക്കിംഗ് ഫോർ ദ കോക്രോച്ചസ്, ഈ കോക്രോച്ചസിന് വേണ്ടി ജോലി എടുക്കുന്നത് നമ്മൾ നിർത്തേണ്ടതുണ്ട്. മറ്റാൾ പറയാണ് യെസ് ബട്ട് ദേ ആർ ബിഗ്, ദേ ക്യാൻ കിൽ us. പക്ഷെ എന്താണ്, അവർ വലിയതല്ലേ, ബിഗ് അല്ലേ, അവർ നമ്മളെ കൊല്ലും എന്നാണ് ഇവർ പേടിക്കുന്നത്. വൺ ഡേ ജോ ദ ആൻഡ് കോൾ ഹിസ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഒരു ദിവസം ജോ എന്ന് പറയുന്ന ആൻഡ് അവൻ്റെ ഫ്രണ്ട്സിനെ എല്ലാം വിളിച്ചു ചേർത്തു. വി ഷുഡ് ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ കോക്രോച്ചസ്. നമ്മൾ എന്ത് ചെയ്യണം? കോക്രോച്ചസിനെതിരായിട്ട് ഫൈറ്റ് ചെയ്യണം, പോരാടണം. ബട്ട് ഹൗ, പക്ഷേ എങ്ങനെ? ലെറ്റ്സ് ഫൈൻഡ് എ വേ, നമുക്കൊരു വഴി കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞ് അവരൊരു ഗ്രൂപ്പ് ചർച്ച നടത്തുകയാണ് അവർ തമ്മിൽ. ഐ ഗോട്ട് എൻ ഐഡിയ, ഓൾ അഗ്രീഡ് വിത്ത് ജോ. അപ്പം ജോ പറയണേ എനിക്കൊരു ഐഡിയ ഉണ്ട്, എനിക്കൊരു ആശയം തോന്നുന്നുണ്ട്. ഓൾ അഗ്രീഡ് വിത്ത് ജോ, അത് നമ്മളോട് പറയുന്നില്ല ആദ്യം. അപ്പോൾ എല്ലാവരും ജോയുടെ ആ ഒരു ഐഡിയയുമായിട്ട് അഗ്രി ചെയ്തു, അവർ സമ്മതിച്ചു. എന്താ നോക്കാം. The ants made a giant bird with leaves and sticks. They hung it on the branch of a tree. They waited for the masters to come. അപ്പോൾ എന്താ ചെയ്തത്? ദ ആൻസ് മെയ്ഡ് എ ജൈൻറ്റ് ബേർഡ്. ജൈൻറ്റ് എന്ന് പറഞ്ഞത് രാക്ഷസമായ അല്ലെങ്കിൽ ഭീമാകാരമായ എന്നൊക്കെ അർത്ഥം. ഈ ഉറുമ്പുകൾ ഉണ്ടാക്കി അല്ലേ? ദ ആൻസ് മെയ്ഡ് എന്ന് പറഞ്ഞാൽ ഉറുമ്പുകൾ ഉണ്ടാക്കി. എന്തുണ്ടാക്കി? എ ജൈൻറ്റ് ബേർഡ്, ഒരു വലിയ രാക്ഷസ പക്ഷിയെ ഉണ്ടാക്കി. എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? വിത്ത് ലീവ്സ് ആൻഡ് സ്റ്റിക്സ്, കുറേ ഇലകളും അതുപോലെ വടികളൊക്കെ ഉപയോഗിച്ച് ദ ആൻസ് മെയ്ഡ് എ ജൈൻറ്റ് ബേർഡ് വിത്ത് ലീവ്സ് ആൻഡ് സ്റ്റിക്സ്. കുറേ ഇലകളും സ്റ്റിക്സൊക്കെ ഉപയോഗിച്ച് ഉറുമ്പുകൾ വലിയൊരു ജൈൻറ്റ് ബേർഡിനെ, ഒരു വലിയ രാക്ഷസ പക്ഷിയെ ഉണ്ടാക്കി. ദേ ഹങ് ഇറ്റ് ഓൺ ദ ബ്രാഞ്ച് ഓഫ് എ ട്രീ. എന്നിട്ട് അവരെന്ത് ചെയ്തു? ദേ ഹങ് ഇറ്റ്, അവരതിനെ തൂക്കിയിട്ടു. ഓൺ ദ ബ്രാഞ്ച്, എവിടെയാണ്? ഓൺ ദ ബ്രാഞ്ച് ഓഫ് എ ട്രീ, ഒരു മരത്തിൻ്റെ കൊമ്പിൽ, ചില്ലയിൽ. ഓൺ ദ ബ്രാഞ്ച് ഓഫ് എ ട്രീ. ദേ വെയിറ്റഡ് ഫോർ ദ മാസ്റ്റേഴ്സ് ടു കം. എന്നിട്ട് അവരുടെ മാസ്റ്റേഴ്സ് വരുന്നതിന് വേണ്ടി കാത്തിരുന്നു. ഹൂ ഈസ് ദർ മാസ്റ്റേഴ്സ്? ആരാണ് അവരുടെ മാസ്റ്റേഴ്സ്? കോക്രോച്ചസ് അല്ലേ? കോക്രോച്ചസ് ആണ് അവരുടെ മാസ്റ്റേഴ്സ്. ദ കോക്രോച്ചസ് കെയിം അഗെയിൻ ബട്ട് ദർ വർ നോ ഗ്രെയിൻസ്. അങ്ങനെ കോക്രോച്ചസ് വീണ്ടും വന്നു, പക്ഷെ അവിടെ ഒരു ധാന്യമണി പോലും ഉണ്ടായിരുന്നില്ല. വെർ ഈസ് അവർ ഫുഡ്? എവിടെ നമ്മുടെ ഭക്ഷണം? ജോ കമാൻഡഡ് ടു റിലീസ് ദ ബേർഡ്. അന്നേരം ഈ കോക്രോച്ചസ് ഗ്രെയിൻസ് തിരയുന്ന സമയത്ത്, ധാന്യമണികൾ തിരയുന്ന സമയത്ത് നമ്മുടെ ജോ ഓർഡർ ചെയ്തു, കമാൻഡ് ചെയ്തു. എന്തിനു ചെയ്യാൻ? ഈ ബേർഡിനെ അഴിച്ചുവിടാൻ, റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അന്നേരം റിലീസ് ചെയ്ത് വിടുകയാണ് ആ വലിയ ജൈൻറ്റ് ബേർഡിന്. എ ബിഗ് ബേർഡ്. കോക്രോച്ചസ് ഈ വലിയ ബേർഡിനെ കണ്ട് പേടിച്ചു. എ ബിഗ് ബേർഡ്. കോക്രോച്ചസ് റാൻ അവേ. അങ്ങനെ അവർ പേടിച്ച് ദൂരേക്ക് ഓടി അല്ലേ? റൺ, ഇറ്റ് വിൽ ഈറ്റ് us. ഓടിക്കോ, അത് നമ്മളെ തിന്നും എന്ന് പറഞ്ഞുകൊണ്ട് ഓടുകയാണ് അവർ. ദ ആൻസ് താങ്ക്ഡ് ജോ. ഉറുമ്പുകളെല്ലാം ജോയ്ക്ക് നന്ദി പറഞ്ഞു. ജോ, യു ആർ അവർ ഹീറോ. ജോ, നീയാണ് ഞങ്ങളുടെ ഹീറോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുഞ്ഞു സ്റ്റോറി എൻഡ് ചെയ്യണം.